അന്ന് ഈ ശരീരത്തിൽ ഏകദേശം 45 അടിയുടെ പാടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അന്ന് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയുടെ പേരിൽ ഭാര്യ മരിക്കുന്ന ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഒരു 11-ാം തീയതി, 27-ാം തീയതി മരിക്കുന്ന 11-ാം തീയതി എൻ്റെ വൈഫിൻ്റെ പേരിലുണ്ടായിരുന്ന 2,60,60,000 രൂപ ഒരു പണയം, ഈ ബാങ്കിൻ്റെ കാട്ടുംപക ശാഖയിൽ ഉണ്ടായിരുന്ന പണയം ബാങ്കിങ് ടൈം 5 മണിയാണ്. ബാങ്കിങ് ടൈം കഴിഞ്ഞതിന് ശേഷം 5:41 വേറെ മൂന്നാമതൊരാൾ ഇത് ഒപ്പിട്ടെടുത്തിട്ടുണ്ട്. ബാങ്ക് പണയം ഒപ്പിട്ടെടുത്തിരിക്കുന്നു. അപ്പോൾ അന്ന് അവിടെ ഒരു വിജിലൻസിൻ്റെ പരിശോധന ഉണ്ടായിരുന്ന ദിവസമാണ്. അപ്പോൾ അതേ സമയം ബാങ്ക് ടൈം മാറിയിട്ട് ഏകദേശം ഒരു 10 ലക്ഷം രൂപ പണയം അന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടുത്തെ ബാങ്ക് മാനേജർ കൊടുത്ത റിപ്പോർട്ട് ഇതെല്ലാം മുക്കുമണ്ഡങ്ങളായിരുന്നു. അതിലെൻ്റെ വൈഫിൻ്റെ പേരിലുണ്ടായിരുന്നു 2,60,60,000 രൂപ പണയം ഉണ്ടായിരുന്നു. ഇതുവരെയും ആ ഒപ്പിട്ട് കൊടുത്ത ആൾ പ്രദീപകുമാർ എന്ന ആളാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന രസീതിലുണ്ടായിരുന്ന പേരുണ്ട്. അതുമാത്രമേ എനിക്കറിയാവൂ. അനിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അത് തിരിച്ചെടുക്കാൻ സഹായിച്ചിരിക്കുന്നത്. പക്ഷേ തിരക്കിയപ്പോൾ അറിഞ്ഞത് അന്ന് ഈ അനിൽ ഈ കാട്ടുംപുറ ശാഖയിലെ ഉദ്യോഗസ്ഥനല്ല, ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. അന്ന് അദ്ദേഹം മെയിൻ ഓഫീസ് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാണല്ലോ അത് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അന്ന് ഞാൻ പോലീസിനടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കേസ് അന്വേഷണം നടക്കുന്ന സമയത്ത് ഉഷയാണ് ഈ മുക്കുമണ്ഡം വച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഉഷ പേരിൽ അവർ നടപടിയെടുത്തില്ല? അത് 2016 2012 ഈ പണയം വെച്ചിരിക്കുന്നത്. 4 വർഷം ഈ പണയം അവിടെ ഇരുന്നു. അപ്പോൾ അന്ന് വിജിലൻസ് പരിശോധന ഉണ്ടെന്ന് അതേ ദിവസമാണ് ഈ പണയം തിരിച്ചെടുത്തിരിക്കുന്നത്. അവിടെ 8.5 പവൻ്റെ സ്വർണം ഈ വൈഫിൻ്റെ പേരിലുണ്ടായിരുന്ന പണയം വേറെ കുറച്ച് പണയങ്ങൾ എടുത്തിട്ടുള്ളതൊക്കെ രേഖകളല്ലാതെ അത് എങ്ങോട്ട് പോയെന്നുള്ള ഒരു ഇതും കാണിച്ചിട്ടില്ല. ഇത്രയും ഈ സമയത്തിനിടെ ഈ ബാങ്ക് ഈ പ്രദീപകുമാർ എടുത്തുകൊണ്ട് പോയ സ്വർണ്ണം എന്താണെന്നോ മുക്കുവണ്ടമാണോ അല്ലെങ്കിൽ എന്താണ് എടുത്തുണ്ടോ, എന്തിനാണ് ആ പണയം എടുത്തതെന്നോ ഇതുവരെ ചോദ്യം ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇതുവരെ പോലീസായിട്ട് യാതൊരു കോൺടാക്ട് നടത്തിയിട്ടുമില്ല, എനിക്ക് വിവരമില്ല.